ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ ശരീരാവശിഷ്ടം കണ്ടെത്തിയതിൽ അന്വേഷണം ഊർജിതം. ഫോറൻസിക് പരിശോധന നടത്തും. കണ്ടെത്തിയ അവശിഷ്ടം കാണാതായ ബിന്ദുവിന്റേതെന്നും സംശയം. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷാജഹാൻ, എങ്ങനെയാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്താനിടയായ സാഹചര്യം? ഒപ്പം ഈ കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ കാണാതായ ഒരു വ്യക്തിയുടേതാണെന്ന സംശയവും പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 2006 മുതൽ തന്നെ ചേർത്തല സ്വദേശിയായിട്ടുള്ള ബിന്ദു പത്മനാഭനെ കാണാതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യന്റെ വീടും സെബാസ്റ്റ്യനുമായിട്ടുള്ള അന്വേഷണം നടത്തി വന്നത്. സെബാസ്റ്റ്യൻ നിരന്തരം ചോദ്യം ചെയ്തു വരികയാണ്. 2017 ഏറ്റവും ഒടുവിലായിട്ട് ബിന്ദുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പൊ ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ഇപ്പോൾ കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നുള്ള ജയ്സമ്മ എന്നുള്ള പെൺകുട്ടിയെ കൂടി കാണാതായി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് എസ്.പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിൽ ഇയാളുടെ വീട്ടുവളപ്പിൽ നിന്നും മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത് അതിപ്പോൾ ഫോറൻസിക്കിന് അയച്ചിരിക്കുകയാണ് പരിശോധനകൾക്കായി. ഇനിയിപ്പോൾ DNA ടെസ്റ്റ് കൂടെ നടത്തിയാൽ മാത്രമേ ഇത് കാണാതായ ജയമേടേതാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സെബാസ്റ്റ്യൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അയാൾക്ക് ഏതാണ്ട് 67 വയസ്സ് പ്രായമുണ്ട്. നേരത്തെ നടന്ന സംഭവമാണ് ഇത്. 2004 സംഭവമാണ് ജയമയെ കാണാതായത് എന്നാണ് പോലീസ് പറയുന്നത്. അതിന് മുൻപ് ഏതാണ്ട് 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത്. ഈ രണ്ട് മൃതദേഹങ്ങളും ഇയാൾ മറവ് ചെയ്തിട്ടുണ്ടാകുമെന്ന സംശയത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അയാളെ കസ്റ്റഡിയെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. അതിനുശേഷം DNA ടെസ്റ്റ് അടക്കം നടത്തിയാൽ മാത്രമേ ഇതാളുടെ മൃതദേഹം എന്നുള്ളത് സംബന്ധിച്ച് കണ്ടെത്താനാകുള്ളൂ. ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയല്ല. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ആര്യ. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം വൈക്കത്തിന് സമീപം മുറിഞ്ഞപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിനായി ഇന്ന് വീണ്ടും തിരച്ചിൽ തുടരും. ആലപ്പുഴ പാണാവള്ളി സ്വദേശി കണ്ണനെയാണ് ഇന്നലെ കാണാതായത്. ഫയർഫോഴ്സ് സ്കൂബ ടീമിനൊപ്പം നേവിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരും തിരച്ചിലിൽ പങ്കെടുക്കും. സനോജ് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നത്. സനോജ, ഇത്തരത്തിൽ ഇന്നലെയായിരുന്നു 23 പേരുമായി പോയ വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. 22 പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എങ്ങനെയാണ് സാഹചര്യങ്ങൾ? തിരച്ചിൽ ആരംഭിച്ചോ? മറ്റു വിവരങ്ങൾ എങ്ങനെ? ആര്യ, തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ കായലോരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 23 പേർ സഞ്ചരിച്ച വള്ളം കനത്ത കാട്ടിൽ ആടി ഉലഞ്ഞ് വെള്ളം കയറി മറിയുകയായിരുന്നു. അതിൽ ഈ വള്ളത്തിലുണ്ടായിരുന്ന 23 പേരിൽ 2 പേർ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അതിൽ ഒരാൾ നീന്തുന്നതിനിടയിൽ മറ്റൊരു വള്ളത്തിൽ കയറി രക്ഷപ്പെട്ടു. എന്നാൽ അതിലൊരാളായിരുന്ന കണ്ണൻ, സുമേഷ് എന്ന് വിളിക്കുന്ന പാണാവള്ളി സ്വദേശിയായിട്ടുള്ള കണ്ണനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കണ്ണൻ നല്ല നീന്തൽ അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നീന്തി കയറിയിട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയിലുടനീളം കണ്ണന് വേണ്ടി തെരച്ചിൽ നടത്തിയിട്ടും കണ്ണനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് തെരച്ചിൽ അവസാനിപ്പിക്കുകയും രാവിലെ വീണ്ടും ആരംഭിക്കുകയുമായിരുന്നു. NDRF സംഘത്തിൻ്റെയും ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമും ഒപ്പം തന്നെ പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് സംയുക്തമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അതിനിടയിൽ ഇന്നലെ മറിഞ്ഞ വള്ളം ഏകദേശം 5 കിലോമീറ്റർ അപ്പുറത്തുനിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ വള്ളത്തിലുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ആരോഗ്യസ്ഥിതി ആശാവഹമാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും. ശരി സനോജ, എന്തായാലും കണ്ണനായുള്ള തിരച്ചിൽ ഇപ്പോഴും അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ തിരച്ചിൽ ഏതാണ്ട് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സനോജാണ് വിവരങ്ങൾ നൽകിയത്.